പ്രേക്ഷകരെ ന്യൂസ് ബസ്സിലേക്ക് സ്വാഗതം. ചൈതന്യ കുറച്ച് വ്യത്യസ്ത കാഴ്ചകളുമായാണ് ഇന്നത്തെ ന്യൂസ് ബസ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. അതെ, അതും നമ്മുടെ ഇലക്ഷൻ ഓൺ വീൽസുമായിട്ട് നമ്മൾ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? കണ്ണൂരിലെ ആന്തൂരിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ നമ്മളൊരു ഡാൻസ് കാണിച്ചപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും ഇതെന്താണ് ഡാൻസോ, തെരഞ്ഞെടുപ്പും ഈ ഡാൻസ് തമ്മിൽ എന്താണ് ബന്ധം? ഇലക്ഷന്റെ സമയത്ത് എന്താണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എന്നൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ പാട്ടും പാടിയല്ല, ഡാൻസ് കളിച്ച് നമ്മുടെ ജനഹൃദയങ്ങളെ പിടിക്കാൻ ഇറങ്ങി തിരിച്ച കുറച്ച് ചേച്ചിമാരാണ് കൂടെയുള്ളത്. എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. ഇപ്പൊ ഫോൺ എടുത്താൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരുടെയും കൈകളിലേക്ക്, കണ്ണുകളിലേക്ക് എത്തുന്നത് ഈ ഡാൻസ് ആണ്. അപ്പോ നമുക്ക് ചോദിക്കാം, എവിടുന്ന് വന്നു ഈ ഡാൻസ്? പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണിത്. നിങ്ങൾക്കറിയാലോ, ആന്തൂർ നഗരസഭ എന്ന് പറയുമ്പോൾ ഒരു വേറിട്ട നഗരസഭയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ വേറിട്ടൊരു പ്രചരണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്തൊക്കെ കാര്യത്തിലാണ് ആന്തൂർ നഗരസഭ വേറിട്ട് നിൽക്കുന്നത്? എല്ലാ മേഖലകളിലും, ആരോഗ്യ മേഖല, വികസനം, അതുപോലെ ക്ഷേമരംഗങ്ങളിൽ മൊത്തം സ്ത്രീകളുടെ പ്രാതിനിധ്യം പകുതിയായിട്ടാണ്. ഇപ്പൊ ഇവിടെ എത്ര സ്ഥാനാർത്ഥികളുണ്ട്? ഇവിടെ 15 ഉണ്ട്. 14 പുരുഷ സ്ഥാനാർത്ഥികളും 15 വനിതാ സ്ഥാനാർത്ഥികളും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ഒരു ചേച്ചിയോട് ചോദിക്കാം, എന്താണെങ്കിലും ഡാൻസ് കളിച്ച് വോട്ട് പിടിക്കാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ കൂട്ടത്തിൽ കുറച്ച് പേരൊക്കെ എതിരില്ലാണ്ട് അങ്ങോട്ട് സ്ഥാനാർത്ഥികളായിട്ട് അങ്ങോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. ആന്തൂർ നഗരസഭ ലോകം നോക്കിക്കാണുന്ന നഗരസഭയാണ്. ഒന്നാമത് പ്രതിപക്ഷമില്ലാത്ത നഗരസഭ, പിന്നീട് എതിർ സ്ഥാനാർത്ഥികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരസഭ. അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങളും ആന്തൂർ നഗരസഭയ്ക്ക് പല വിധത്തിലും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവേ നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രായമായവരടക്കം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രെൻഡിനൊപ്പം നമ്മളും കൂടി ചേർന്നുകൊണ്ട് പ്രചരണത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് കലയുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഐഡിയ ആണ്. ഒരു റീൽ എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് വെറുതെ കളിച്ചു നോക്കിയത് ചേച്ചി, ഇതിൽ തന്നെ 3 പേരാണ് ഇപ്പൊ എതിരില്ലാതെ ജയിച്ചവർ ആന്തൂരിലെ. പക്ഷേ ഈ എതിരാളികൾ ഇല്ലാതെ ജയിക്കുന്നതാണോ നല്ലത്, അതോ നമ്മൾ ഈ മത്സരരംഗത്ത് എതിർ സ്ഥാനാർത്ഥികളോട് പോരാടി ആ വോട്ടൊക്കെ ചോദിച്ച് അങ്ങനെ മത്സരരംഗത്തേക്ക് സജീവമായി ഇറങ്ങി ജയിക്കുന്നതാണോ നല്ലത്? മത്സരിച്ച് ജയിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ആശയ പ്രചരണത്തിന് ഒരു രാഷ്ട്രീയ സമരം കൂടിയായി മാറുന്നതിന് വേണ്ടി അത് സാധിക്കും. പക്ഷേ ഇത് നമ്മുടെ പ്രശ്നമല്ല. എതിർ സ്ഥാനാർത്ഥികൾ പിൻവലിച്ചതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ കൊടുത്ത നോമിനേഷനിൽ തിരുത്തു വന്നതുകൊണ്ട് അത് അവർ പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചതേ അല്ല. കഴിഞ്ഞ നഗരസഭയിൽ 6 പേര് എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു, ഈ പ്രാവശ്യം 5 പേര്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച് ജയിക്കുന്നത് തന്നെയാണ്. അതാണ് ഒരു ആവേശം അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഈ ഡാൻസ് ഒക്കെ ജെൻസി കിഡ്സ് ഒക്കെ ഒരു വശത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്നു, പലതരം റീലെടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു അല്ലേ, പല പെർഫോമൻസുമായി നീണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ടൊന്ന് പേടിച്ചിട്ടാണോ ഞങ്ങൾക്കും ഇതൊക്കെ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അത് കാണിച്ചു കൊടുത്തു നമ്മൾ അല്ലേ? കാണിച്ചു കൊടുത്തു. ഇനിയും കുറച്ച് കാണിക്കാനും കൂടെ ഉണ്ട്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. പക്ഷെ അതിന് മുൻപുണ്ടല്ലോ, ഇപ്പൊ ഇവര് എതിരില്ലാതെ മത്സരാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അവരാരാണെന്നൊന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ. ഒരാൾ എതിരില്ലാതെ ഒരു സങ്കടം ഉണ്ടോ? ഒരു പോരാട്ടമൊന്നും കാഴ്ചവെക്കാൻ പറ്റിയില്ല. പക്ഷെ വിജയിച്ചു അല്ലേ? ആശ്വാസമാണോ അതല്ല മത്സരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമാണോ? എന്താ ഉള്ളത്? വിഷമം തന്നെയാണ്, മത്സരിക്കാൻ കഴിഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും മത്സരിക്കുന്ന കുറെ പേരുണ്ടല്ലോ ഇവിടെ. പക്ഷെ ഈ ഡാൻസിനെ കുറിച്ച് 1-2 വാക്കുകൾ നമുക്ക് പറഞ്ഞു പോകണം. ഇത് ചേച്ചി ആരെ പഠിപ്പിച്ചെന്ന്? നിങ്ങൾ ഒരുമിച്ച് സത്യം പറഞ്ഞ പ്രചാരണം നടക്കുകയാണല്ലോ, ഓരോരുത്തരും ഇങ്ങനെ ഓരോ വോട്ടർമാരെയും കണ്ട് വീടുകളിൽ പോയി വോട്ട് അന്വേഷിക്കണതിന്റെ ഇടയ്ക്ക് ഇത് പഠിക്കാൻ എവിടുന്ന് സമയം കിട്ടി? നമ്മൾ ഇന്നലെ പെട്ടെന്ന് നമ്മൾ എടുത്ത തീരുമാനമാണ്. അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പാട്ട് ഇങ്ങനെ വൈറലാവുന്നത് കണ്ടു, അപ്പൊ അതിന് 4 സ്റ്റെപ്പ് പഠിക്കാം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു ട്രെൻഡാണല്ലോ, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ട്രെൻഡാണ്. അപ്പം നമ്മളെ അശോകൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരുടെ ഒരു ടീമുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരത് ഭയങ്കര സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് അവർ. ചെറുപ്പക്കാരെ കൊണ്ട് അശോകൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കുട്ടികളുടെ കാര്യത്തിലായാലും ശരി, സ്ത്രീകളുടെ കാര്യത്തിലായാലും ശരി, ചെറുപ്പക്കാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഇത് ഇവരെ സംബന്ധിച്ചൊരു ട്രെൻഡാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ലായിരുന്നു അന്ന്. പക്ഷേ അങ്ങനല്ല താല്പര്യം ഇല്ലെന്ന് പറയുന്നത് അതാ. നിങ്ങൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്നതിനെ വളച്ചൊടിക്കാതെ തന്നെ വളരെ നേരെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും. വളച്ചൊടിക്കാതെ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇവരുടെ ആ ഒരു ആവേശം കണ്ടപ്പം ഞങ്ങൾക്കും ഒരു ആവേശമായിട്ട് വന്നു. ആ ആവേശം ഞങ്ങൾ വെറുതെ തുടങ്ങിയെന്ന് വെച്ചാൽ വെറുതെ കാലും കൈ വിട്ട് അനക്കി തുടങ്ങിയതാണ്. പക്ഷെ അത് ഇത്രയും ആവുമെന്ന് വിചാരിച്ചു